ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ ഇരുത്തം അല്ലാഹു സാലിഹായ അമലാക്കി മാറ്റട്ടെ. ഒരു സുദീർഘമായ പ്രസംഗത്തെ ഞാൻ മുതിരുന്നില്ല. ആരോഗ്യമായ കാരണം കൊണ്ട് അതിനാവുകയുമില്ല. ഇവിടെ ആദരിക്കുന്ന കുട്ടികൾ കൂടുതൽ മാർക്ക് നേടി വിജയിച്ച അമ്പത്തിമാരും അമ്മന്മാരും. ഈ കാലത്ത് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ പണ്ട് ചൈനയിൽ പോയും വിദ്യാഭ്യാസം നേടണം എന്ന് പറഞ്ഞ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് വണ്ടികളില്ല, ട്രെയിനില്ല, ഫ്ലൈറ്റില്ല, ഒന്നുമില്ല. കാടും കാട്ടാറും മലയും മലഞ്ചെരുവുകളെല്ലാം താണ്ടി സൗദിയിൽ നിന്നും ചൈനയിലെത്തുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പോലും പ്രയാസമാണ്. അന്ന് അങ്ങനെ പറഞ്ഞാണെങ്കിൽ ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിരൽ തുമ്പിലാണ് വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സൗകര്യവും. ബുദ്ധി കൊണ്ട് സമ്പന്നന്മാരും സാമ്പത്തികമായി വളരെ പരമദരിദ്രരുമായ ഒത്തിരി കുട്ടികളെ കൈപിടിച്ച് ഞങ്ങൾക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. വളരെ പാവപ്പെട്ട കുട്ടിയാണ്. പണ്ട് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലുള്ള സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ സൈനിങ് അതോറിറ്റി ഉണ്ടായിരുന്നത് ഞങ്ങളന്ന് സഹായിച്ച കുട്ടിയായിരുന്നു. അതുമാത്രമല്ല, ഡിഗ്രി പരീക്ഷയ്ക്ക് സ്റ്റേറ്റിൽ 1ാം റാങ്ക് നേടിയ ഒരു മുസ്ലിം പെൺകുട്ടി ചിമ്മിണി വിളക്കിൻ്റെ വട്ടത്തിലാണ് അവൾ പഠിച്ചത്. വീട്ടിൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ലായിരുന്നു. ചോർന്നൊലിക്കുന്ന വീട്. ആ കുട്ടിയെക്കുറിച്ച് എല്ലാ പത്രങ്ങളും, മനോരമയും മാതൃഭൂമിയും ചന്ദ്രികയും എല്ലാ പത്രങ്ങളും വലിയ ഫീച്ചറുകളുണ്ടാക്കി. നിങ്ങളാഴ്ച ആരെങ്കിലും ഏറ്റെടുക്കുമെന്ന് ഇല്ല, ആരും തിരികെ. ആ കാലത്ത് അന്ന് ഞങ്ങളുടെ കോർഡിനേറ്ററായിരുന്ന KP കുഞ്ഞമ്മ സാഹിബ്, അദ്ദേഹത്തോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു, ആ കുട്ടി ആരും വരും, നമുക്ക് ഏറ്റെടുക്കാം. അൽഹംദുലില്ലാഹ്, ആ കുട്ടി PG ചെയ്തു, കേരളത്തിൽ ഉന്നത സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. എനിക്ക് എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഒരു ഡോക്ടറായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു എൻജിനീയർ ആയതുകൊണ്ടോ അതുകൂടെ നിർത്തരുത്. വേണ്ടുവോളം വീതിയുണ്ട്. സിവിൽ സർവീസിലെല്ലാം വേണ്ട പോലെ ശ്രമിച്ചാൽ ഇന്ന് എത്തിപ്പെടാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ ഏറെയാണ്. ഒരു ഉദാഹരണം മാത്രം പറയാം. നമ്മുടെ ഡോക്ടർ TP അഷ്റഫ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ അംന മറിയം, അവൾ ഇംഗ്ലീഷിൽ ഡിഗ്രി എടുത്ത് ഫറൂഖ് കോളേജിൽ നിന്നാണ്. ഡൽഹിയിലേക്ക് PG എടുക്കാൻ പോയി. പേരലായിട്ട് അവൾ സിവിൽ സർവീസ് കൂടി നോക്കി. ഇന്നിപ്പോൾ അവളെവിടെയാണെന്നറിയുമോ? സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ ചീഫാണ്. ചിലപ്പോൾ യുണൈറ്റഡ് നേഷൻസിൽ എത്തിപ്പോകുന്നത്. നിങ്ങൾക്കെല്ലാം വേണ്ടുപോലെ മുമ്പോട്ട് പോയാൽ സിവിൽ സർവീസിൽ ഏതറ്റം വരെ പോകാൻ പറ്റും അതുവരെ ഞങ്ങൾ നിങ്ങളെ കുഴപ്പമുണ്ട്. എന്ത് പ്രയാസമുണ്ടോ കേൾക്കിയതമേ നിങ്ങൾക്ക് ഒരു കൈത്താങ്ങായിട്ടുണ്ടാകും. നിങ്ങളെല്ലാം പഠിച്ച് വളർന്ന് സമൂഹത്തിനും ദീനിനും സമുദായത്തിനും സ്വന്തത്തിനും നാട്ടിനും എല്ലാം ഗുണം ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വവിധ ആശംസകളും തരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.